തിരുവനന്തപുരം പാലോട് നവവധുവിന്റെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്തും സുഹൃത്ത് അജാസും അറസ്റ്റിലായിരിക്കുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുള്ള ഇരുവരെയും അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. അജാസ് ഇന്ദുജയെ മർദ്ദിച്ചു എന്ന അഭിജിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അജാസുമായി പോലീസ് ശംഖുമുഖത്ത് തെളിവെടുത്തു. സഹപാഠികളായിരുന്ന അജാസും ഇന്ദുജയും അടുപ്പത്തിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. അരുൺ സോളമൻ പുതിയ വിവരങ്ങളുമായി. അരുൺ, ഈ കേസിൽ ഇന്നലെ ഭർത്താവ് അഭിജിത്തായിരുന്നു കസ്റ്റഡിയിലായിരുന്നത്. ഇന്നിപ്പോൾ സുഹൃത്തിനെ കൂടി അജാസിനെ കൂടി കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പോലീസ് എങ്ങനെയാണ് ഈ രണ്ടുപേരുടെയും പങ്ക് വ്യക്തമാക്കുന്നത്? സ്മൃതി, പാലോട് ഈ കോളച്ചിലുള്ള കൊന്നമൂട് സെറ്റിൽമെന്റിലെ സ്വദേശിയാണ് മരണപ്പെട്ട ഇന്ദുജ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഭർത്താവ് ഈ അഭിജിത്തിന്റെ വീട്ടിലാണ് ആത്മഹത്യ ചെയ്തത്. 1.5 മണിയോടുകൂടിയാണ്. ഇങ്ങനെ 48 മണിക്കൂറുകൾക്ക് പിന്നാലെ ഭർത്താവ് അഭിജിത്ത് ദേവിനെയും സുഹൃത്ത് അജാസിനെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലോട് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ രണ്ടുപേരെയും ഒരുപോലെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇവരുടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളായിരുന്നുവെങ്കിലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു മൊഴി എന്ന് പറയുന്നത് അഭിജിത്ത് ദേവിന്റെ മൊഴി നിർണായകമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ഷിബു മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അഭിജിത്ത് ദേവ് പ്രധാനമായും ഇതിൽ മറ്റൊരു വ്യക്തിക്ക് പങ്കുണ്ട് എന്നുള്ളൊരു കാര്യം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് സുഹൃത്ത് അജാസിലേക്ക് അന്വേഷണം ചെന്നെത്തുന്നത്. തുടർന്ന് അജാസിനെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഉണ്ടായി. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയിരുന്നു. ഇതിൽ പ്രധാനമായും സ്മൃതി സൂചിപ്പിക്കേണ്ടുന്നത് ഈ ഇന്ദുജ ആത്മഹത്യ ചെയ്യുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് ഈ സുഹൃത്ത് അജാസ് ഫോണിൽ വിളിച്ച് ഇന്ദുജയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ദുജയോട് സംസാരിച്ചത്. ആ സംസാരം എന്താണെന്നുള്ളത് ഇനി നമുക്ക് പുറത്തു വരേണ്ടതുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്ത് തന്നെ ആയാലും ഈ അജാസ് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലൊരു ഭീഷണി സ്വരം കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം ഇന്ദുജ ആത്മഹത്യ ചെയ്യുന്നു. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഉച്ചയ്ക്ക് 1:30 ഭർത്താവിന്റെ വീട്ടിലെ ബെഡ്റൂമിൽ ജനലിലാണ് ആത്മഹത്യ ചെയ്യുന്നത്. തുടർന്ന് അച്ഛൻ ശശിധരൻ കാണിയാണ് പരാതിയുമായി പാലോട് പോലീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അച്ഛന്റെ മൊഴി. അത് അരുണോടക്കം പ്രതികരിക്കുമ്പോൾ ആ കാര്യം അച്ഛൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ദുജയുടെ മുഖത്ത് അടിച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭർത്താവിന്റെ പീഡനം കൊണ്ടാണ് എന്ന് തന്നെയാണോ പോലീസ് മനസ്സിലാക്കുന്നത്? അപ്പോൾ സുഹൃത്തിന്റെ കൂടി പങ്ക് വ്യക്തമാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആരാണ് യഥാർത്ഥ പ്രതി? രണ്ടുപേർക്കും ഒരുപോലെ പങ്ക് എന്നാണോ പോലീസ് പറയുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും ശശിധരൻ കാണി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം, ആ ആരോപണം ശരിവെക്കുന്ന രീതിയിലേക്ക്, ആ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇരു പ്രതികൾക്കും റിമാൻഡ് റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള ഭാരതീയ ന്യായ സംഹിത പ്രകാരം ആ രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. സ്മൃതി ചോദിച്ചതുപോലെ ഇരു പ്രതികളും ഈ അജാസും അഭിജിത്തും ഒരുപോലെ ഇന്ദുജയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വകുപ്പുകളാണ് പ്രധാനമായും ഈ ഇവർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ ഭർത്തൃ പീഡനം ഉന്നയിച്ചിട്ടുണ്ട്. അത് അഭിജിത്തിന് എതിരെയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ അജാസിനെതിരെ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരവും ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഈ തരത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവത്തിന് അപ്പുറം ആയുധം കൊണ്ട് ഉപദ്രവിച്ചു എന്നുള്ളത് കൂടി ഇതിൽ നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ അങ്ങനെ പരാമർശിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. തെറ്റിദ്ധാരണ ജനിപ്പിക്കൽ അടക്കമുള്ളവ ഈ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ശശിധരൻ കാണി ഉന്നയിച്ച ആരോപണം ശരിവെക്കുന്ന രീതിയിലേക്ക്, ആ നിഗമനത്തിലേക്ക് പാലോട് പോലീസും അന്വേഷണ സംഘവും എത്തി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഒരാഴ്ചയ്ക്ക് മുൻപേ വീട്ടിലെത്തിയപ്പോൾ മകളുടെ ചെവിയുടെ ഭാഗത്ത് ഒരു മർദ്ദനത്തിന്റെ പാടുണ്ടായിരുന്നു എന്നുള്ളതാണ് ശശിധരൻ കാണി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിനോട് പങ്കുവച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ മകളുടെ തോളിന്റെ ഭാഗത്ത് ഒരു പാടുണ്ടായിരുന്നു മർദ്ദിച്ചതിന്റെ. മർദ്ദിച്ചത് ആരാണെന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം തന്നെയായിരുന്നു അഭിജിത്ത് ദേവ് കഴിഞ്ഞ ദിവസം പോലീസിനോട് പങ്കുവച്ചത്. അത് മർദ്ദിച്ചത് സുഹൃത്ത് അജാസ് ആണെന്നുള്ളതാണ്. അജാസ് ഈ സംഭവം നടക്കുന്നതിന് 3 ദിവസം മുന്നേ ഇവരെ കാറിൽ കയറ്റി ശംഖുമുഖത്ത് കൊണ്ടുപോവുകയും അവിടെ വെച്ചാണ് മർദ്ദിച്ചതെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അജാസിനെ ശംഖുമുഖത്ത് കൊണ്ടുപോവുകയും പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മെഡിക്കൽ പരിശോധന നടത്തുകയും ഇനി തൊട്ട് പിന്നെ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ നെടുമങ്ങാട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഏറെ നിഗൂഢതകൾ നിറഞ്ഞ, ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസിൽ ഇപ്പോൾ 2 പ്രതികൾ അറസ്റ്റിലായി ഉടൻ തന്നെ ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയാണ്. ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഗുരുതര വകുപ്പുകൾ പോലീസ് ചുമത്തിയിരിക്കുന്നു ഇരുവർക്കുമെതിരെ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം.